പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കിയ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അരപ്പ് പുരട്ടി നമുക്ക് കുറച്ച് നേരം വെച്ച ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഒരു പ്ലേറ്റിൽ ഉപ്പ് ചേർത്ത ശേഷം കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പം മീനിൻ്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് പൊടികളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഒരു 4 വലിയ കഷ്ണം മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കുവാണ്. അതുപോലെ ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൊഴിക്കുവാണ്. അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ ഒരു അരമുറി നാരങ്ങ നീര് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ നാരങ്ങ നീര് ഉപയോഗിച്ചാണ് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ നാരങ്ങ നീരിൽ. അപ്പോൾ അരമുറി നാരങ്ങ നീര് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പുളി കൂടിപ്പോവും. നാരങ്ങയുടെ പുളിപ്പ് ആ അരപ്പിൽ വരും ഒരുപാട്. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് തികയത്തില്ല, ആ നാരങ്ങ നീരിൽ പൊടികളൊക്കെ മിക്സ് ആവുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പം മിക്സ് ആയിട്ടുണ്ട് എല്ലാ പൊടികളും. ഇനി നമുക്ക് ഓരോ മീൻ കഷ്ണമായിട്ടെടുത്ത് ഈ പൊടികൾ ഈ അരപ്പ് നമുക്ക് അതിനകത്തേക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് അരപ്പ് പുരട്ടിയെടുക്കണം. ഇപ്പോൾ വലിയ മീൻ കഷ്ണമൊക്കെ ആണെങ്കിൽ അതൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്കിതുപോലെ ഓരോന്ന് പുരട്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ മീനെല്ലാം ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു അരമണിക്കൂർ നമുക്ക് വച്ചേക്കണം. ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമുക്കത് വറുത്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മളെപ്പോഴും മീൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം വെളിച്ചെണ്ണ ഇല്ലാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ വേറെ ഏതെങ്കിലും ഓയിലിലോ പൊരിച്ചെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ഓരോ കഷ്ണം മീൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു മീഡിയം തീയിലിട്ട് വറുത്തെടുക്കാം. കാരണം ഇതിപ്പോൾ വലിയ കഷ്ണം ആയതുകൊണ്ട് കുറച്ച് വേഗം ഉണ്ടാവും മീൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മീഡിയം തീയിലിട്ട് വേണം പയ്യെ വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ പുറം കരിഞ്ഞു പോവും, ഉള്ളു വേകില്ല. മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ ഒരു സൈഡ് വേവിച്ചു. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം അടുത്ത സൈഡ് വേകാനായിട്ട്. ഇനി ഈ സൈഡൂടെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഈ പാനിൻ്റെ ചൂടിലിരുന്ന് കുറച്ചുകൂടെ അതങ്ങ് മൊരിഞ്ഞോളും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മീൻ പൊരിച്ചത് തയ്യാറാക്കാം. ഈ മസാലയും വളരെ ടേസ്റ്റുമാണ് മീൻ പൊരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.